ഈ ക്വസ്റ്റ്യൻ നോക്കാം. ഇത് കുറച്ച് ഹാർഡാണ്. ദ സം ഓഫ് ഫസ്റ്റ് n ടേംസ് ഓഫ് ദ സീരീസ് 1/2 + 3/4 + 7/8 + 15/16 എക്സിട്ര ഈസ് n ടേംസ് ആഡ് ചെയ്യണം. ഇത് ഞാൻ പറഞ്ഞുതരാം ഇത് എങ്ങനെയാണെന്നുള്ളത്. ശ്രദ്ധിച്ചിരിക്കുക. ഇത് GP അല്ല, ഇത് പക്ഷെ ദർ ഇസ് എ പാറ്റേൺ. ഇതൊരു പാറ്റേണിലാണ് വരുന്നത്. ഈ ക്വസ്റ്റ്യൻ സം ഓഫ് ദ ഫസ്റ്റ് n ടേംസ് ഓഫ് ദ സീരീസ് 1/2 + 3/4 + 7/8 + 15/16 ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത്രയും ടേംസിൻ്റെ ഇതിൻ്റെ n ടേംസിൻ്റെ സമ്മ് കാണാനാണ് ക്വസ്റ്റ്യൻ. ഇവിടെ ഡിനോമിനേറ്റർ ഒരു GP പോലെ പോവാണ്. 2 കഴിഞ്ഞാൽ 4, 4 കഴിഞ്ഞാൽ 8, 8 കഴിഞ്ഞാൽ 16. 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ അടുത്ത ആളെ കിട്ടുന്നുണ്ട്. പക്ഷെ ന്യൂമറേറ്റർ ആണെന്നുണ്ടെങ്കിൽ ഡിനോമിനേറ്ററിനേക്കാളും 1 കുറവാണ്. ഏത് ടേം എടുത്താലും ഡിനോമിനേറ്ററിനേക്കാളും 1 കുറവാണ് ന്യൂമറേറ്റർ. അപ്പോൾ ഇത് ചെയ്യാനുള്ള ടെക്നിക്ക് ഞാൻ പറഞ്ഞുതരാം. അതാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. അപ്പോൾ SN കണ്ടുപിടിക്കണം അല്ലേ. സം ഓഫ് n ടേംസ് ആണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഡിനോമിനേറ്റർ 2 ആണ്. ന്യൂമറേറ്റർ ഡിനോമിനേറ്ററിനേക്കാൾ 1 കുറവാണ് നമ്മൾ നോട്ട് ചെയ്തു. ഞാനതൊന്നും ഇങ്ങനെ ഒന്ന് എഴുതിക്കോട്ടെ. അടുത്തത് ഡിനോമിനേറ്റർ 4, ഞാനതിനെ 2² ആക്കിക്കോട്ടെ പാറ്റേൺ കിട്ടാൻ വേണ്ടി. ന്യൂമറേറ്റർ എന്തെന്നാണ് ഞാൻ പറഞ്ഞത്, ഡിനോമിനേറ്ററിനേക്കാളും 1 കുറവാണ്. ഓക്കെ ആണല്ലോ. അടുത്തത് 8 ആണ്, അതായത് 2³ ആണ്. ന്യൂമറേറ്റർ ഡിനോമിനേറ്ററിനേക്കാൾ 1 കുറവാണ്. ഞാൻ ഒരുപാടൊന്നും എഴുതണില്ല. എക്സിട്ര അപ് ടു n ടേംസ്. n ടേംസ് ആണ് കേട്ടോ. SN ആണ്, SN. ഇത് ക്ലിയറായി. ഇനി ഞാൻ ചെയ്യണമെന്ന് നോക്കി, ഈ പ്രോബ്ലം ഒന്ന് നോട്ട് ചെയ്താൽ മതി. ഇത് ഇങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ. ഡിനോമിനേറ്റർ ഒരു GP പോലെ പോകുന്നുണ്ട്, പക്ഷെ ന്യൂമറേറ്റർ ഡിനോമിനേറ്ററിനേക്കാളും 1 കുറവാണ്. അത്രയേ ഉള്ളൂ വ്യത്യാസം. നമ്മളിത് സ്പ്ലിറ്റ് ചെയ്യാൻ പോവാണ്. സ്പ്ലിറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇവിടെ ആദ്യം തന്നെ 2/2 - 1/2. 2/2 എന്ന് പറഞ്ഞാൽ 1 ആണ്, എല്ലാവർക്കും അറിയാം. 2/2 1 ആണ്. പിന്നെ 1/2 വരുന്നുണ്ട്. ഓക്കെ. അടുത്തത് ഇവിടെ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ 2² 1 ആണ്. അതിനുശേഷം ഇവിടെ 1/2² വരും. സ്പ്ലിറ്റ് ചെയ്യണം. ഇതിങ്ങനെ ചെയ്യേണ്ടത്. ഈ പ്രോബ്ലം ഒന്ന് നോട്ട് ചെയ്താൽ മതി, മറന്നു പോകരുത്. 2³ 1 ആണ്. 1/2³ എക്സിട്ര ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. എത്ര ടേം ഉണ്ട്? n ടേംസ് ഉണ്ട്. ഇത് എത്ര ടേം ഉണ്ട്? n ടേംസ്. ഇവിടെ എഴുതി വെച്ചേക്കാം. 2n ടേംസ്. അപ്പം n ബ്രാക്കറ്റ് ഉണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം അല്ലേ. n ടേം ഉണ്ടെന്ന് പറഞ്ഞാൽ ദർ ആർ n ബ്രാക്കറ്റ്സ്. ഓരോ ബ്രാക്കറ്റിലും 1 വീതം ഉണ്ട്. ഓരോ ബ്രാക്കറ്റിലും 1 ഉണ്ട്. 1 + 1 + 1 + n പ്രാവശ്യം ആഡ് ചെയ്യണം അല്ലേ. കാരണം n ബ്രാക്കറ്റ് ഉണ്ടല്ലോ. ഈ 1 n തവണ ആഡ് ചെയ്യുമ്പോൾ n ആവരാ. 1 + 1 + 1 + എക്സിട്ര n ടൈംസ് ആഡ് ചെയ്താൽ n കിട്ടും. ഇപ്പോൾ 1 3 തവണ ആഡ് ചെയ്താൽ 3 കിട്ടും. 1 4 തവണ ആഡ് ചെയ്താൽ 4 കിട്ടും. 1 n തവണ ആഡ് ചെയ്താൽ n കിട്ടും. ബാക്കിയുള്ള -½ -1/2² അങ്ങനത്തെ ടേമിൽ നിന്നെല്ലാം മൈനസ് കോമൺ ആയിട്ട് എടുത്തു. ബാക്കിയുള്ളതിൽ നിന്നെല്ലാം മൈനസ് കോമൺ ആയിട്ട് എടുത്തു. ഇത് n ടേംസ് ആണുള്ളത് കേട്ടോ. n ടേംസ്. ആ 1/2 1/2² എക്സിട്ര അത് എത്ര ടേം ഉണ്ട്? n ടേംസ് ഉണ്ട്. ഇനി അടുത്ത സ്റ്റെപ്പ് ഇവിടെ എഴുതാണ്. അപ്പോൾ n - 1/2 1/2² 1/2³ എക്സിട്ര അതൊരു GP ആണ്. 1/2 1/2² 1/2³ എക്സിട്ര എന്താണ്? GP ആണ്. വിത്ത് ഫസ്റ്റ് ടേം ഇവിടെ സൈഡിലായിട്ട് എഴുതട്ടെ. ഫസ്റ്റ് ടേം എന്ന് പറഞ്ഞാൽ 1/2. കോമൺ റേഷ്യോ 1/2. അതെങ്ങനെ മനസ്സിലായി കോമൺ റേഷ്യോ 1/2 ആണെന്ന്?
കാരണം ആദ്യത്തേതിൻ്റെ കൂടെ 1/2 മൾട്ടിപ്ലൈ ചെയ്തപ്പോഴാണ് സെക്കൻഡ് ടേം വന്നത്. സെക്കൻഡ് ടേമിൻ്റെ കൂടെ 1/2 മൾട്ടിപ്ലൈ ചെയ്തപ്പോഴാണ് തേർഡ് ടേം കിട്ടിയത്. അപ്പോൾ ഇത് ജി പി വിത്ത് ഫസ്റ്റ് ടേം 1/2, കോമൺ റേഷ്യോ 1/2, നമ്പർ ഓഫ് ടേംസ് n തന്നെയാണ്. ഇവിടെ നമ്പർ ഓഫ് ടേംസ് n തന്നെയാണ്. അപ്പോൾ ഇത് ജി പിയുടെ സം കാണാനുള്ള ഫോർമുല പ്രകാരം a ഇൻറ്റു ഫോർമുല എഴുതിയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതല്ലേ നല്ലത്. ഒരു ജി പിയുടെ സം ഓഫ് n ടേംസ് കാണാനായിട്ട് ഒരു ഫോർമുല ഉണ്ടല്ലോ, നമ്മൾ പഠിച്ചതാണത്. ഇവിടെ കോമൺ റേഷ്യോ 1-നേക്കാളും കുറവായതുകൊണ്ട് ഇത് എഴുതി a ഇൻറ്റു 1 - r⁻n/1 - r പറഞ്ഞു തന്നിട്ടുണ്ട്. കോമൺ റേഷ്യോ 1-നേക്കാളും കൂടുതലായിരുന്നെങ്കിൽ a ഇൻറ്റു r⁻n-1/r-1 എഴുതും. പക്ഷെ അത് ഏത് എഴുതിയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ എന്താണ് ഒരു ജി പിയുടെ സം ഓഫ് n ടേംസ് കാണാനുള്ള ഫോർമുല a ഇൻറ്റു 1 - r⁻n/1 - r. ഫോർമുല എഴുതിയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ഓക്കെ, n എന്ന് പറഞ്ഞാൽ n തന്നെ, മൈനസ് a എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തോ, a എന്ന് പറഞ്ഞാൽ 1/2, r⁻n എന്ന് പറഞ്ഞാൽ 1/2 താഴെ 1 - r എന്ന് പറയുമ്പോൾ 1 - 1/2. ഒരു സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്യാണ്. ഇവിടെ താഴെ 1 - 1/2 എന്ന് പറഞ്ഞാൽ 1/2 തന്നെയാണ്. ആ 1/2ഉം ഈ മുകളിലത്തെ 1/2ഉം കൂടി വെട്ടിപ്പോയി. സ്റ്റെപ്പ് സ്വല്പം കുറയ്ക്കുകയാണ്. അപ്പോൾ n മൈനസ് ബ്രാക്കറ്റ് 1 - 1/2 എന്ന് വരും. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. n - 1 പ്ലസ് 1/2 എന്ന് വരും. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ മൈനസും മൈനസും പ്ലസ് ആവുമല്ലോ. ഓർഡർ മാറ്റാം, തന്നിരിക്കുന്ന ഓപ്ഷൻ പോലെ വരുത്താൻ വേണ്ടി. അതിൽ ആ 1/2 ഇല്ലേ, 1/2 നമുക്ക് എങ്ങനെ എഴുതാം? 1/2 2 എന്ന് എഴുതാൻ പറ്റും. 1/2 2 ഓർഡർ ഒന്ന് മാറ്റിയതാണ്. n - 1 ഇതാണ് ആൻസർ. ഓപ്ഷൻ സി ആണ് ആൻസർ.